ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ ചാനൽ. ഇന്നിപ്പോൾ ഒത്തിരി നാൾക്ക് ശേഷം ഞാൻ ലല്ലുവും കൂടെ ചേർന്ന് ഒരു ഫിലിമിന് പോവാണ്. ഏതാണെന്ന് ഇപ്പോൾ പറയാം. ഹലോ, അപ്പം നമ്മൾ പോകുന്നത് എവിടെയാണ്, ഏത് സിനിമയാണ് എന്ന് ലല്ലു പറയും. ഏത് സിനിമയാണ്? ആവേശം പോരല്ലല്ലോ, ആവേശം. അങ്ങനെ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് ആവേശത്തിന് ഞാനും ലല്ലുവും കൂടെ പോകുന്നത്. ലല്ലു ലോക്ക്ഡൌണിന് മുന്നേ ആണ് സിനിമ കണ്ടത്. പിന്നെ സിനിമയ്ക്ക് അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ആയിട്ട് വരാറില്ല. വീട്ടിൽ നെറ്റ്ഫ്ലിക്സോ അല്ലെങ്കിൽ ആമസോൺ പ്രൈമൊക്കെ ഉള്ളപ്പോഴത്തേക്കും അതിലിരുന്നാണ് കാണുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു ഇത് പറ്റത്തില്ല, ഇത് തിയേറ്ററിൽ തന്നെ വന്ന് കണ്ടേ പറ്റത്തുള്ളൂ. ഞാൻ കണ്ടതാണ്, ഞാൻ കഴിഞ്ഞ ദിവസം പോയി കണ്ടതാണ്. ലല്ലു ഈ പടം വന്ന് കണ്ടേ പറ്റുള്ളൂ. അതും പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ അൻവർ റഷീദ് എടുത്ത പടമാണ്, നമ്മുടെ സിനിമയാണ്. നമ്മുടെ സിനിമയെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതല്ല, പക്ഷേ സൂപ്പർ പടമാണ്. ലല്ലു ഒന്ന് കണ്ടാൽ ലല്ലുടെ മനസ്സുകൊണ്ട് ലല്ലു വളരെ ഹാപ്പി ആയിട്ട് ചിരിക്കാൻ പറ്റും. ബിക്കോസ് നമുക്ക് അത്യാവശ്യം നമുക്ക് ടെൻഷൻ ഉള്ളപ്പോഴത്തേക്കും ചിരി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചിരിച്ച് കാണുന്ന ഒരു നല്ലൊരു സിനിമയാണത്, മിസ് ചെയ്യരുതെന്ന് പറഞ്ഞു. ഫഹദിൻ്റെ ആക്ടിങ്ങും എല്ലാം സൂപ്പറാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ആവേശം കൊള്ളിപ്പിച്ച് ഞാൻ കൊണ്ടുപോവാണ് സിനിമയ്ക്ക്. അല്ലേ ലല്ലു? ഓക്കെ. അപ്പം നമ്മൾ നേരെ പോകുന്നത് PVR ലുലുവിലാണ്. ലുലു കഴിഞ്ഞ ദിവസം ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ ലുലു ചെന്ന് നമ്മൾ ഉച്ചയ്ക്കത്തെ ലഞ്ച് ഇന്നിപ്പോൾ ഞാനും ലല്ലു മാത്രമേ ഉള്ളൂ. പിള്ളേർ വീട്ടിലാണ്, മമ്മി വീട്ടിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോയി സിനിമ കണ്ട് നമ്മൾ തിരിച്ച് വന്ന ശേഷം പിന്നെ എനിക്ക് മക്കളായിട്ട് പിള്ളേരായിട്ട് എനിക്കൊന്ന് പുറത്ത് പോകാനുണ്ട്, മമ്മിയായിട്ടൊക്കെ ഒന്ന് പോകാനുണ്ട് ഈവനിങ്. അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ ഇറങ്ങിയിരിക്കുകയാണ്. ഇന്നൊരു ഹോൾ ഡേ ഞാനും ലല്ലും കൂടെ ഉച്ചയ്ക്ക് ലഞ്ചെല്ലാം ലുലുന്ന് കഴിക്കാമെന്ന് വിചാരിക്കുന്നു, പാരഗന്ന് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. കഴിച്ചിട്ട് നമ്മൾ നേരെ സിനിമയും കണ്ട് തിരിച്ച് വന്ന ശേഷം വൈകിട്ട് ഞങ്ങളൊന്ന് പുറത്ത് പോകണം. അതാണ് ഇന്നത്തെ പ്ലാൻ. ഓക്കെ, അപ്പോൾ സ്വാഗതം. ഹലോ, അപ്പം നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് കേത്തലിലാണ്. പാരഗണിൽ പോയി ബിരിയാണി കഴിക്കാമെന്നായിരുന്നു പ്ലാന്. അപ്പോൾ പാരഗണിൽ പോകുന്നില്ല. നമ്മൾ ലല്ലൂനി പെട്ടെന്ന് കേത്തൽ കഴിക്കണമെന്നൊരാഗ്രഹം. അപ്പോൾ ശരി, കേത്തൽ കഴിച്ചിട്ട് നമുക്ക് എൻ്റെ ഫ്ലാറ്റിൽ പോയി കുറച്ച് തുണി എടുക്കാനുണ്ട്, അയൺ ചെയ്യാൻ കൊടുത്തത്. അതെടുത്തിട്ട് വേണം നമുക്ക് ലുലുവിലേക്ക് പോകാനായിട്ട്. അപ്പം ലുലുയുടെ ജസ്റ്റ് അടുത്താണല്ലോ എൻ്റെ ഫ്ലാറ്റ്. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ കേത്തൽ കഴിക്കാനായിട്ട് ഞാൻ എടപ്പള്ളി വന്നിരിക്കുക. എനിക്കിഷ്ടമാണ് കേത്തൽ. അപ്പോൾ അത് ഓർത്ത് കഴിഞ്ഞാൽ പാരഗണിൽ ബിരിയാണി കഴിക്കാമെന്ന്. അപ്പോൾ കേത്തലാണ് കഴിക്കുന്നത്. ഇതാണ് കേത്തലിൻ്റെ ഫുഡ്. ചപ്പാത്തി, ചെറിയ കുഞ്ഞു കോഴി, അതിൻ്റെ കോഴിയുടെ ചാറ്, ലൈം ജ്യൂസ്. ഓക്കെ, ചപ്പാത്തിയിൽ നന്നായിട്ട് ചാറ് ഒഴിക്കണം. ഇതിന് ഒരു പിക്കിളും കൂടെ ഉണ്ട് അവർ തരുന്നത്, നാരങ്ങ പിക്കിളാണത്. ഇവിടുത്തെ പിക്കിൾ എൻ്റെ ഒരു ഫേവറേറ്റും കൂടിയാണ്. നല്ല ചൂട് ചപ്പാത്തി. ചെറിയ കോഴിയാണ്. ആണോ? ആയില്ലല്ലോ, ഫുഡ് റെഡിയായി. നമ്മൾ എൻജോയ് ചെയ്ത് കഴിക്കട്ടെ. ഹലോ, ഇവിടുത്തെ ഫുഡ് ലല്ലുവിന് ഇഷ്ടമാണോ? കേക്കൽ നല്ല ഫുഡല്ലേ? കയറാമല്ലോ, കയറാം. Thank you for choosing PVR Inox for your big screen experience. Kindly follow the exit routes shown here in case of an emergency. Do not panic. Our staff will assist you to the nearest exit. Child
booster seat cushions are available at the Gold experience and exclusive offers from HSBC on food and beverages. അങ്ങനെ 3-4 ദിവസം കഴിഞ്ഞ് എന്തുകൊണ്ട് സ്വിട്രസിന് മാത്രം ലക്കിലി PVR ഓപ്പൺ ആയപ്പോഴത്തേക്കും വീണ്ടും ആവേശത്തിന് വരാൻ യൂറോപ്പിലേക്ക് ടൂർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സ്ഥാപനം. ഇന്ത്യയിലെ ഒരു ടൂർ ഓപ്പറേറ്ററിനും നൽകാനാവാത്ത ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഒരു യൂറോപ്യൻ ലക്ഷറി ലക്ഷറിയസ് ഫെസിലിറ്റി. തിങ്ക് യൂറോപ്പ്, തിങ്ക് സ്വിട്രസ്. എൻജോയ് ചെയ്യാം ഫിലിം. എങ്ങനെയുണ്ടല്ലോ പടം? നല്ല ഇഷ്ടപ്പെട്ടല്ലേ? സൂപ്പർ അല്ലേ? അതെ. അപ്പോൾ ഈ പ്രാവശ്യം വളരെ ഇഷ്ടപ്പെട്ടു പടം. അപ്പോൾ ഹാപ്പി ആയിട്ട് സെക്കൻഡ് ടൈം പടം കണ്ടിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോവാം. ഫിലിം കഴിഞ്ഞ് അപ്പം ഞങ്ങൾ KFC ഒരെണ്ണം കഴിക്കാമെന്ന് വിചാരിച്ചു. ലല്ലു ഹാപ്പി ആയിട്ട് ഫിലിം കണ്ടു, ഇഷ്ടപ്പെട്ടു. ഒരുപാട് നാൾക്ക് ശേഷമാണ് നമ്മൾ തിയേറ്ററിൽ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് അത് ഭക്ഷണം കഴിക്കുന്നത്. അല്ലേ ലല്ലു? ഹായ്. അങ്ങനെ നമ്മൾ ഒരു സ്നാക്സൊക്കെ കഴിച്ച്, സ്നാക്സ് അല്ലല്ലോ, അതെ സ്നാക്സ് കഴിച്ചിട്ട് വീട്ടിൽ ചെന്നിട്ട് വേണം ഇനി മമ്മിയും പിള്ളേരും എല്ലാവരുമായിട്ട് പുറത്തേക്ക് പോകാനായിട്ട്. എന്തായാലും അടിപൊളി സിനിമ, ഒന്നും കൂടെ ആവേശമായിട്ട് ഞങ്ങളത് പടം കണ്ടു. ഞാൻ സെക്കൻഡ് ടൈമാണ് കാണുന്നത്, ലല്ലു ഫസ്റ്റ് ടൈമാണ്. എന്തായാലും സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ട് അവരെ ഡ്രസ്സ് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് പുറത്തു പോകാം. ഓക്കെ. ഹലോ, ഗുഡ് മോർണിംഗ്. പക്ഷേ ഈ വീഡിയോ എടുക്കുന്നത് ഈവനിങ് ആണ്. ജോജിക്ക് വണ്ടി ഓടിക്കണം, ആന്റണിക്ക് വണ്ടി ഓടിക്കണം. ഹായ് പറഞ്ഞു. ഓ നോ ഫൈറ്റിംഗ്. ഓ മൈ ഗോഡ്. ഹായ് പറഞ്ഞു വാവേ. ഹായ് പറഞ്ഞു. ഓ മൈ ഗോഡ്. അതാണ് പറഞ്ഞത്. ഓ മൈ ഗോഡ്. സ്റ്റിയറിംഗ് പിടിച്ചിരിക്കുവാണ് ബേബി. അപ്പൊ നമ്മൾ ഇവിടുന്ന് ചൈനീസ് ഭാഷ പറയുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാരും ചേർന്ന് വി ആർ ഗോയിങ് ഔട്ട്. ഹായ് പറഞ്ഞ എല്ലാരും. ഹായ് പറഞ്ഞേ. ഹായ്. ഓക്കെ, അപ്പൊ നമ്മള് എവിടേക്കാ പോകുന്നെന്നുള്ളത് ഓൺ ദ വേ നമുക്ക് പറയാം. ഓക്കെ. ഹായ് ജോജി പാടിക്ക്. ജാട പാടിക്ക്. ജാട മോൻ പാടുന്ന പാട്ടല്ലേ ജാട. അശോ അല്ല, പപ്പി ഇട്ട് വാവാ. ഓക്കെ. ഹലോ, നമ്മളിപ്പോ ഇവിടെ വന്നിട്ട് ദപ്പാൽപ്പ് ഫാക്ടറി വന്നിട്ട് നമ്മളിത് വണ്ടിയിലിരുന്ന് ഒരു ദോശ പറഞ്ഞു. ദോശയമ്മ ദോശ, അമ്മ സുടാത്ത ദോശ, காரமான தோசை, எனக்கு ரொம்ப பிடித்த தோசை. ഞാൻ ഓർഡർ ചെയ്തത് ചിക്കൻ ദോശ. മമ്മി ഭയങ്കര എരിവാണേ. കൊടുക്കല്ലേ ചേച്ചിക്ക് വേണ്ട, രണ്ടുപേർക്കും വേണ്ടതേ. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്.